ഇതിന് ഇപ്പോഴാണ് എനിക്കൊരു കാര്യം മനസ്സിലായത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്തുകൊണ്ടാണ് അമേരിക്കയിൽ ചികിത്സയ്ക്ക് പോകുന്നതെന്ന്. കേരളത്തിലാണ് അദ്ദേഹം ചികിത്സിച്ചിരുന്നതെങ്കിൽ ഇതിനിടയ്ക്ക് പിണറായി വിജയന്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടായേനെ. ഇപ്പോ വണ്ടാനം മെഡിക്കൽ കോളേജിൽ ഉഷ ജോസഫ്, എല്ലാവർക്കും അവരെ കാര്യം അറിയാവുന്നതാണ്. അവരെ ചികിത്സിച്ച അല്ലെങ്കിൽ അവരെ ശസ്ത്രക്രിയ ചെയ്തു എന്ന് പറയുന്ന ഡോക്ടർ ലളിതാംബിക, ആ സ്ത്രീയെ കയ്യിൽ കിട്ടിയിരുന്നെങ്കിൽ സത്യത്തിൽ കേരളത്തിലെ ജനങ്ങൾ പെരുമാറിയേനെ. അവർ പറയുന്നത് 5 വർഷം വരെ കത്രിക ഉള്ളിൽ കിടന്നാൽ ഒന്നും സംഭവിക്കില്ല എന്നാണ്. അങ്ങനെയാണെങ്കിൽ ഈ സ്ത്രീ വയറ് കീറിയിട്ട് കുറെ കത്രികയും കുറെ സൂചിയും ആശുപത്രിയിൽ അത്ര ഉപകരണങ്ങൾ എടുത്തിട്ടുകൊണ്ട് നടക്കും. പാവങ്ങളുടെ വയറ്റത്തെ ഇങ്ങനെ ഇട്ടിട്ടല്ല നിങ്ങൾ ഇങ്ങനെ ന്യായീകരണം പറയുന്നത്. അതിനുശേഷം കോട്ടയം മെഡിക്കൽ കോളേജിലെ സൂപ്രണ്ട് പറയുന്ന ഒരു കുട്ടിയുടെ കയ്യ് ചികിത്സയിൽ വളഞ്ഞുപോയി, അത് നേരെ ആയിക്കോളൂ, ഒരു കുഴപ്പമില്ല, അത് സ്വാഭാവികമായി നേരെയാകുമെന്ന്. പിന്നെ എന്തിനാ ഇവനൊക്കെ ഡോക്ടർ പദവിയുമായിട്ട് അതിൻ്റെ അകത്ത് ഇരിക്കുന്നത്? ഈ കേരള ആരോഗ്യമന്ത്രിക്ക് മിണ്ടാട്ടമില്ല. പക്ഷെ ശൈലജ ടീച്ചർ പറയുന്നുണ്ട് ആ കാണിച്ചത് ന്യായീകരിക്കാൻ പറ്റാത്ത കാര്യം തന്നെയാണ്, പിഴവ് സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളത്. എന്നിട്ടും വീണ ജോർജ് ഒരക്ഷരം മിണ്ടുന്നില്ല. ഇതാണ് അവനവൻ ഇരിക്കേണ്ടിടത്ത് അവനവൻ ഇരുന്നില്ലെങ്കിൽ അവിടെ മറ്റു വല്ലവരും കയറി ഇരിക്കും എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് വീണ ജോർജ്. ഒരു മികച്ച ആരോഗ്യമന്ത്രി ആയിരുന്നുവെങ്കിൽ ഇങ്ങനെയാണോ വീണ ജോർജ് പറയേണ്ടതും സംസാരിക്കേണ്ടത്? എന്താണ് കേരളത്തിലെ ആരോഗ്യ മേഖലയ്ക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഈ സാധാരണക്കാരായ ആളുകൾ എല്ലായ്പ്പോഴും ഈ ആരോഗ്യ രംഗത്ത് അല്ലെങ്കിൽ ആശുപത്രികളൊക്കെ ആശ്രയിക്കുമ്പോൾ സർക്കാർ ആശുപത്രികളാണ് ആശ്രയിക്കുന്നത്. ഈ സർക്കാർ ആശുപത്രികളൊക്കെ തന്നെ വികസിപ്പിക്കാനായിട്ട് സർക്കാർ ഒരുപാട് പണമൊക്കെ ചിലവാക്കി ഒരുപാട് അങ്ങനെ ചെയ്തിട്ടുണ്ട്. ഫാമിലി ഹെൽത്ത് സെൻറ്റർ അതുപോലെ തന്നെ താലൂക്ക് ആശുപത്രികൾ ഇതൊക്കെ ഒരുപാട് വികസിപ്പിച്ചു. പക്ഷെ അതിനനുസരിച്ചുള്ള നേട്ടം ഗുണം സാധാരണക്കാരായ രോഗികൾക്ക് കിട്ടുന്നുണ്ടോ എന്നുള്ളതാണ്. ഇപ്പോൾ ഇവിടെ പറഞ്ഞ ഈ സ്ത്രീ 5 വർഷം മുമ്പ് ഒരു ശസ്ത്രക്രിയ നടത്തിയതിന് ശേഷം ഇവരുടെ വയറ്റിനുള്ളിൽ ഒരു കത്രിക ഉണ്ടായിരുന്നു. ഇവർക്ക് പിന്നീട് കലശലായ വയറ്റുവേദന പലതവണ ഉണ്ടാകുന്നു. അവരുടെ മൂത്രം ഒഴിക്കാൻ പോയാൽ അവർക്ക് ബ്ലഡ് വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. ഇതൊക്കെ ഒരു സ്ത്രീയെ സംബന്ധിച്ച് ഒരു വലിയ പ്രശ്നം ഉണ്ടാകുന്നു. ഇവർ ഒരുപാട് ആശുപത്രിയിൽ ചികിത്സയ്ക്ക് നടത്തി, പക്ഷെ ആർക്കും ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഒടുവിൽ ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ തന്നെ ചെന്നപ്പോൾ അവിടുത്തെ യൂറോളജിയിലെ ഒരു ഡോക്ടറാണ് പറയുന്നത്, നിങ്ങളൊന്ന് എക്സ്റേ എടുത്തിട്ട് വരാൻ പറയും. ഈ എക്സ്റേ എടുത്ത് നോക്കുമ്പോൾ ശസ്ത്രക്രിയയ്ക്ക് ഉപയോഗിക്കുന്ന അറ്റം വളഞ്ഞിരിക്കുന്ന ഒരു കത്രിക ഇവരുടെ വയറിനുള്ളിലുണ്ട്. കഴിഞ്ഞ 5 വർഷമായി ഈ വേദന അനുഭവിച്ചുകൊണ്ടാണ് ഇവർ നിൽക്കുന്നത്. വലിയ വിവാദമായി വലിയ വാർത്തയായി മാറി. ഇതേക്കുറിച്ച് പ്രതികരണം തേടി ആ ഡോക്ടറെ അടുത്ത് ചെല്ലുന്നു. ആ ഡോക്ടറുടെ ചിരി കണ്ടു കഴിഞ്ഞാൽ അവരെന്തോ വളരെ സന്തോഷകരമായ അവാർഡ് കിട്ടിയ സന്തോഷിക്കുക. അതുപോലെ ഇവർ 5 വർഷം മുമ്പാണോ ഈ ശസ്ത്രക്രിയക്ക് ഈ കത്രിക പോയെന്ന് അറിയില്ല. ചിലപ്പോൾ 20 വർഷം മുമ്പായിരിക്കും. കത്രിക അവിടെ ഇരുന്നുകൊണ്ട് ഒരു കുഴപ്പമില്ല. ഇനി കത്രിക കത്തുനിന്ന് എടുത്തിട്ട് ഒരു ശാസ്ത്രീയ പരിശോധന നടത്തുക. ഇവരാരോടാണ് ഈ പറയുന്നത്? പൊതുജനം എന്ന് പറയുന്ന ഇവിടുത്തെ വോട്ടർമാരെ പരിഹസിക്കുന്ന രീതിയിൽ ഈ പൊതുജനങ്ങളുടെ നികുതി പണത്തിൽ നിന്ന് ശമ്പളം പറ്റുന്ന ആൾ പറയുകയാണ്. അപ്പോൾ ഒരു ഡോക്ടറായി എന്ന് പറഞ്ഞുകൊണ്ട് എന്ത് അഹംഭാവവും കാണിക്കാം, എന്ത് ആ ധിക്കാരത്തോടെയും സംസാരിക്കാം എന്നാണോ? മാധ്യമങ്ങളുടെ മുമ്പിൽ വന്ന് പറയുമ്പോൾ അങ്ങനെ ഒരു തെറ്റ് പറ്റിയെങ്കിൽ അത് നോക്കണം എന്നുള്ളത് ഏൽക്കുന്നില്ല. മാത്രമല്ല വീണ ജോർജ് എന്ന് പറയുന്ന ആരോഗ്യമന്ത്രിയെ പുച്ഛിച്ച് തള്ളുന്ന രീതിയിലാണ് അവരുടെ നിലപാട്. അപ്പോൾ ഡോക്ടേഴ്സിന്റെ കാര്യം ഞങ്ങൾ തീരുമാനിച്ചോളാം എന്ന് ഡോക്ടേഴ്സ് അസോസിയേഷൻ നിലപാടെടുത്താൽ പിന്നെ മന്ത്രിക്ക് എന്താ? അപ്പം ആർജവത്തോടു കൂടി മന്ത്രിമാർ നിന്നിട്ടുണ്ടെങ്കിൽ ഡോക്ടർമാർ അവരുടെ പണി കൃത്യമായിട്ട് ചെയ്യും. ശൈലജ എന്ന് പറയുന്ന ഒരു ആരോഗ്യമന്ത്രി ഇവിടെ ഉണ്ടായിരുന്നല്ലോ. എപ്പോഴെങ്കിലും ഒരു ഡോക്ടർ അതിനപ്പുറത്തേക്ക് കയറി പറയുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടോ? എപ്പോഴെങ്കിലും സംഘടന അതിനെ മറികടക്കുന്ന രീതിയിൽ നിലപാടെടുക്കുന്നുണ്ടോ? എപ്പോഴും ആരോഗ്യമന്ത്രി എന്ന നിലയിൽ ശൈലജ ടീച്ചർക്ക് കൃത്യമായ കാര്യങ്ങൾ ചെയ്യാൻ സാധിച്ചു. അവർക്ക് ഡോക്ടേഴ്സിനെയും അതുപോലെ സംഘടനയൊക്കെ കൃത്യമായിട്ട് നയിക്കാൻ സാധിച്ചു. ഇവിടെ 1-2 കേസാണ്. അടുത്ത കുട്ടിയുടെ കൈ ശസ്ത്രക്രിയയ്ക്ക് ശേഷം വളഞ്ഞു പോയപ്പോൾ അത് സ്വാഭാവികമായി നേരെ വരും. സ്വന്തം കുട്ടിക്കോ സ്വന്തം വീട്ടിലെ കുടുംബാംഗങ്ങളിൽ ആർക്കെങ്കിലുമാണ് ഇത് സംഭവിച്ചെങ്കിൽ ഇത് ഇവർക്ക് പറയാൻ കഴിയുമോ? അപ്പോൾ തെറ്റുപറ്റി എന്ന് പോലും അഡ്മിറ്റ് ചെയ്യുന്നില്ല. 5 വർഷം മുമ്പാണ് ഈ കത്രിക പോകുന്നതിന് എന്താ തെളിവ്? വയറ്റിൽ കത്രിക ഇരുന്നാലും പ്രത്യേകിച്ച് കുഴപ്പമൊന്നും പറ്റുന്നില്ല. അപ്പോൾ ആർക്കും എന്തും പറയാം, ആരെയും എന്ന നിലയിലേക്ക് ഈ ഡോക്ടേഴ്സ് എന്താണ് മാറുന്നത്? ഇവരെ നിയന്ത്രിക്കാൻ ഒരു സിസ്റ്റം ഇല്ല. അവർ തന്നെ പറയുന്നുണ്ട് ഇവിടുത്തെ സിസ്റ്റം ശരിയല്ല, ഞങ്ങളുടെ ആശുപത്രിയിലേക്ക് ശസ്ത്രക്രിയയ്ക്ക് വേണ്ട ഉപകരണങ്ങളൊക്കെ നോക്കാനായിട്ട് ആളില്ല, എണ്ണ എടുക്കാൻ ആളില്ല, അതിനാളില്ല ഇതിനാളില്ല. അപ്പോൾ ശസ്ത്രക്രിയ എന്തിനാ നടത്തുന്നത്? നടത്താൻ പറ്റില്ല എന്നുകൊണ്ട് നിലപാടെടുത്താൽ പോരെ? അപ്പോൾ ഉള്ള സൗകര്യം വെച്ച് ചെയ്യുന്നു. ശസ്ത്രക്രിയ ചെയ്തതിന് ശേഷം ഒരു കത്രിക വയറിൽ നിന്ന് എടുക്കുന്നതിന് അവിടെ വെച്ചേക്കാം, കാരണം അത് എടുക്കേണ്ട നേഴ്സ് വന്നില്ല, അതുകൊണ്ട് അവിടെ ഇരുന്നോട്ടെ എന്നുള്ള ഒരു മനോഭാവം ഡോക്ടർ വെച്ച് പുലർത്തിയാൽ സാധാരണക്കാരായ സ്ത്രീകൾ, സാധാരണക്കാരായ മലയാളികൾ എങ്ങനെയാണെങ്കിൽ പ്രതികരിക്കേണ്ടത്? അല്ല, പ്രതികരിക്കേണ്ടതെന്ന് പറഞ്ഞാൽ സർക്കാർ ആശുപത്രികൾ ബഹിഷ്കരിക്കുക എന്നുള്ളത് മാത്രമേ ഇവിടെ പറയാനുള്ളൂ. പിന്നെ സാധാരണക്കാരാണ് ശരി, പ്രൈവറ്റ് ഹോസ്പിറ്റലിലൊക്കെ പോകുന്നതിനുണ്ടാകുന്ന പണച്ചിലവുകളാണ് പലരെയും മെഡിക്കൽ കോളേജ് പോലില്ല അല്ലെങ്കിൽ സർക്കാർ ആശുപത്രിയിൽ എത്തിക്കുന്നത്. ഇപ്പൊ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ്, എനിക്ക് തിരുവനന്തപുരത്തിന്റെ കാര്യം അറിയോ? ഇടയ്ക്ക് ഞാൻ കോട്ടയത്തെ പോയിട്ടുണ്ട്, പക്ഷെ ഉള്ളിൽ കയറി എനിക്ക് അറിയില്ല അവിടുത്തെ കാര്യം. പക്ഷെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിനെ കുറിച്ച് അറിയാം. ഇപ്പോഴും നമ്മൾ പോയി നോക്കൂ, രോഗികൾ പലരും വിരിച്ച് തറയിലാണ് കട്ടിലിന്റെ അടിയിൽ വരെ, ഒരു രോഗി കിടക്കുന്നതിന്റെ കട്ടിലിന്റെ അടിയിൽ വരെ കിടക്കുന്ന രോഗികളുണ്ട്. കാരണം കിടക്കാൻ വരെ സ്ഥലമില്ല. ഇവർ പറയുന്നത് ഞങ്ങൾ ഇവിടുത്തെ ആരോഗ്യ മേഖല വികസിപ്പിച്ചു, ആരോഗ്യ മേഖല കേരളത്തിലെ നമ്പർ 1 ആണ്,
എത്ര മന്ത്രിമാരും എത്ര ജനപ്രതിനിധികൾ കേരളത്തിലെ ആശുപത്രികളിൽ പോയി ചികിത്സ തേടുന്നുണ്ട്. എന്തുകൊണ്ടാണ് കേരളത്തിലെ ആരോഗ്യ മേഖല വട്ടപൂജ്യം എന്നറിയാവുന്നത് കൊണ്ടാണ് പിണറായി വിജയനൊക്കെ അമേരിക്കയിൽ പോകുന്നത്. എന്തുകൊണ്ടാ? ഈ ഭയം കൊണ്ടാണ്. ഇവിടെ ചികിത്സിച്ചാൽ അവരുടെ സംവിധാനത്തിലുള്ള ആശുപത്രികളെ കുറിച്ചും ഡോക്ടർമാരെ കുറിച്ചും അവിടുത്തെ സ്റ്റാഫുകളെ കുറിച്ചും ഒക്കെ അവർക്ക് നല്ല ബോധ്യമുണ്ട്. അത് സാധാരണക്കാർ അനുഭവിച്ചോട്ടെ, അത് ഞങ്ങൾക്ക് തൽക്കാലം അനുഭവിക്കാൻ വയ്യ. ഒന്ന് ആലോചിച്ചു, 5 വർഷം ഒരു സ്ത്രീ, ഉഷ ജോസഫ് എന്ന് പറയുന്ന ഒരു സ്ത്രീ, ഇതിനു മുൻപ് മറ്റൊരു സ്ത്രീയും ഇതുപോലെ ഇത്തരത്തിൽ സമാനമായ സംഭവം നടന്നിട്ടുണ്ട്, കോഴിക്കോട് നടന്നിട്ടുണ്ട്. ഈ സ്ത്രീ 5 വർഷം ഒരു കത്രികയും വെച്ച് അവർ യൂറിൻ പാസ് ചെയ്യുമ്പോൾ ബ്ലഡ് പോകുന്നു, അവർക്ക് അസ്വസ്ഥതകൾ ഉണ്ടാവുന്നു, വേദന സഹിക്കാൻ കഴിയാതെ ആ സ്ത്രീ വല്ലാതെ ഒരു വേദന അനുഭവിക്കുന്നു. ഇപ്പൊ തെരഞ്ഞെടുപ്പിന്റെ പേര് പറഞ്ഞിട്ടാണെങ്കിൽ KC അവർ അമൃത ആശുപത്രിയിൽ കൊണ്ടുപോയല്ലോ, അല്ലെങ്കിൽ അത്തരത്തിലൊരു നിലപാട് സ്വീകരിച്ചാലോ, അതിന് വളരെ നന്ദി. പക്ഷേ ഈ ഡോക്ടർ എന്ന് പറഞ്ഞാൽ ഇവര് റിട്ടയർഡ് ആയെങ്കിൽ ഇവരുടെ പെൻഷൻ പൈസ പിടിച്ചു വെക്കണമെന്നാണ് പറയുന്നത്. കാരണം ഒരു സ്ത്രീയെ ഇത്രയും വേദനിപ്പിച്ചിട്ട് 5 കൊല്ലം ഇവരുടെ പിഴവ് മൂലം ആ സ്ത്രീ ഇത്രയും വേദന അനുഭവിച്ചിട്ട് ചിരിച്ചുകൊണ്ട് പറയുകയാണ് ഇത് 5 വർഷം മുൻപുള്ളതാണെന്ന് എങ്ങനെ അറിയാം, 20 വർഷം മുമ്പുള്ളതാണെങ്കിലോ. എന്താ ഇവർ ആരെയാണ് വെല്ലുവിളിക്കുന്നത്? ഇവർ ആരോടാണ് ഇവർ ഈ കയർത്ത് അല്ലെങ്കിൽ ഈ ചിരിച്ചുകൊണ്ട് ഇവർ ആരോടാണ്? അപ്പൊ വീണ ജോർജിന് ഇവർക്ക് പുല്ലുവില, കേരളത്തിലെ ജനപ്രതിനിധികളെ പുല്ലുവില, കേരളത്തിലെ ഭരണ സംവിധാനത്തെ പുല്ലുവില, അതല്ലേ നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മൾ ഇതെല്ലാം കാണുന്ന മാധ്യമങ്ങളിലൂടെ. അപ്പൊ മാധ്യമങ്ങൾ ഈ കാര്യങ്ങൾ ചോദിക്കുമ്പോൾ അതിനെ ആ രീതിയിൽ കാണാതെ വളരെ ലാഘവത്തോടെ വളരെ ചിരിച്ച മനസ്സോടെ എങ്ങനെ കാണാൻ കഴിയുന്നത്? ഇവരെ പോലെ ഒരു സ്ത്രീക്കാണ് ഈ കുഴപ്പം പറ്റിയത്. 5 വർഷമായിട്ട് ഈ വേദന അനുഭവിക്കുന്ന സ്ത്രീ ഒരു തൊഴിലുറപ്പ് ജോലി ചെയ്ത് കുടുംബം പുലർത്തുകയാണ്. ഭർത്താവിന് കൂലിപ്പണിയാണ്. അതായത് കുടുംബ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ ഏറെ പ്രയാസപ്പെടുന്നു. സ്വന്തമായി ഒരു വീടില്ല, ഒരു വാടക വീട്ടിൽ കഴിയുന്നു. അപ്പൊ നിരാലംബരായ സാധാരണ ജനങ്ങളെ എങ്ങനെ വേണമെങ്കിലും ചൂഷണം ചെയ്യാമെന്ന് ഒരു കൂട്ടം ആൾക്കാർ വിചാരിക്കുന്നു. ഇവർ ഏതാണ്ട് ഭിക്ഷാദേഹികളെ പോലെ അല്ലെങ്കിൽ അഭയാർത്ഥികളെ പോലെ വന്നവരാണ്, ഞങ്ങളുടെ ദയവ് കൊണ്ട് നിങ്ങൾക്ക് ചികിത്സ നൽകുന്നു എന്നൊരു മനോഭാവം കുറച്ചു പേർക്കുണ്ട്. ഇത് കുറച്ചു ഭാഗം ഡോക്ടേഴ്സ് മാത്രം കാണിക്കുന്ന ഒരു ആറ്റിറ്റ്യൂഡാണ്. ഈ ആറ്റിറ്റ്യൂഡ് എല്ലാവരുടെയും മേൽ നമ്മൾ കെട്ടിവെക്കുകയും ചെയ്യണ്ട. പക്ഷെ ഇവർക്ക് എങ്ങനെ ഇത് ചിരിച്ചുകൊണ്ട് പറയാൻ കഴിയും? ആ ബോഡി ലാംഗ്വേജിൽ നിന്ന് തെറ്റുപറ്റിയതിന്റെ ഒരു കുറ്റബോധം ലെവലേശം നമുക്ക് കാണാൻ പറ്റുന്നുണ്ടോ? ഇത് ഇപ്പോഴല്ല, 20 വർഷം മുമ്പുള്ളതാണെങ്കിലോ. അപ്പൊ 20 വർഷം മുമ്പേ ഒരാൾ 5 വർഷം മുമ്പാണ് അവരൊരു ശസ്ത്രക്രിയ നടത്തിയത്, പിന്നെ എന്തിനാണ് 20 വർഷക്കാലത്തെ പറയുന്നത്? അപ്പൊ തന്റെ കുറ്റം മറ്റുള്ളവരുടെ മേലിലേക്ക് പഴിച്ചായിരുന്നു എന്നതിനപ്പുറത്തേക്ക് ഈ പെൺപിളയൊക്കെ പറയുന്നത് ഞാൻ എന്തിനു മൈൻഡ് ചെയ്യണം എന്നുള്ള സാധാരണക്കാരോടുള്ള പുച്ഛമാണ് അവിടെ പ്രകടമാക്കുന്നത്. ഇവരെ പോലെ തന്നെ ഒരു സ്ത്രീയാണെന്നുള്ള പരിഗണന കൊടുത്തിരുന്നെങ്കിൽ, അവരെ പോലെ കുടുംബം നയിക്കാൻ അല്ലെങ്കിൽ കുടുംബം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് കഷ്ടപ്പെട്ട് രാപകൽ കഷ്ടപ്പെട്ട ഒരു സ്ത്രീയാണെന്നുള്ള ചിന്ത ഉണ്ടായിരുന്നെങ്കിൽ ഇവർക്ക് പറയാൻ കഴിയില്ല. ഇനി ആരോഗ്യമന്ത്രി ഇക്കാര്യത്തിൽ ആർജവം എടുത്താൽ പോരെ? ഈ പറയുന്ന ഡോക്ടർ ഇത്തരം നിലപാടെടുത്തപ്പോൾ ആരോഗ്യമന്ത്രി അവരുടെ നിശബ്ദരാക്കണ്ടേ? അല്ലെങ്കിൽ ഇത്തരം പ്രസ്ഥാനം ഇവിടെ പറയരുതെന്ന് പറയണ്ടേ? ഇവരോടൊപ്പം ജോലി ചെയ്തിരുന്ന മറ്റു ഡോക്ടേഴ്സിന്റെ അടുത്ത് ഇവരുടെ ആറ്റിറ്റ്യൂഡ് അന്വേഷിക്കണ്ടേ? ഇത്തരം കാര്യങ്ങൾ ചെയ്തതിനു ശേഷം പൊതുസമൂഹത്തിൽ ആരോഗ്യമന്ത്രിക്ക് കാര്യങ്ങൾ പറയാം, ഇവർ കാണിച്ച തെറ്റാണ്, ഇവർക്കെതിരെ കർശന നടപടി എടുക്കും, ഇത്തരത്തിൽ സർക്കാർ ഏറ്റെടുക്കും, അങ്ങനെ ഒരു തെറ്റ് പറ്റിയിട്ടുണ്ട് എങ്കിൽ അങ്ങനെയല്ലേ പറയേണ്ടത്? അതിന് ആരോഗ്യമന്ത്രി ഒരു മറുപടിയും പറയുന്നില്ല. ആരോഗ്യമന്ത്രി ഇതിനെ ന്യായീകരിക്കുകയാണ്. അതായത് ഈ സഭ നമ്മൾ കഷ്ടപ്പെട്ട ഒരു സ്ഥാനത്തിരുന്നാലേ ആ സ്ഥാനത്തിന്റെ വില മനസ്സിലാക്കി നമ്മൾ ആ സ്ഥാനം കൃത്യമായി ഉപയോഗിച്ച് മുന്നോട്ട് പോകുള്ളൂ. ഇവിടെ സഭയുടെയും വല്ലവരുടെയും ഒക്കെ പിന്നെ എന്താ പറയുക, ഇത് അനുവാദത്തോട് കൂടി ആ കസേരയിൽ കയറി ഇരിക്കുമ്പോൾ അതിന് അത്രയും വിലയുള്ളൂ എന്നുള്ളത് 10 വർഷം കൊണ്ട് പിന്നെ വീണ ജോർജ് തെളിയിച്ചിരിക്കുകയാണ്. ഒരു മികച്ച ആരോഗ്യമന്ത്രി ആ സ്ഥാനത്ത് നിന്ന് മാറ്റിയിട്ടാണ് വീണ ജോർജിനെ അവിടെ പിടിച്ചിരുത്തിയത്. അതിനുള്ള ഫലമാണ് ഇന്ന് കേരളത്തിന്റെ ആരോഗ്യ മേഖല അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ കപ്പൽ ആടി ഉലയുകയില്ല സാർ, ഇതിനൊരു കപ്പിത്താനുണ്ട് എന്നാണ് വീണ ജോർജ് പറഞ്ഞത്. അതായത് സ്വന്തം തെറ്റി മറയ്ക്കാൻ മുഖ്യനെ സോപ്പിട്ട് കയ്യിലെടുക്കുക എന്നുള്ളതാണ്. തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കുമ്പോൾ ഇത്തരം സംഭവ വികാസങ്ങൾ അത് സർക്കാരിനെ വലിയ പ്രതിസന്ധിയിലാക്കും എന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട. ഇനി ഇതിലെന്തൊക്കെ ന്യായീകരിക്കാൻ ശ്രമിച്ചാലും ഇതിലൊരു ന്യായീകരണത്തിനുള്ള വശമില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ആ സ്ത്രീ അനുഭവിച്ച വേദനയ്ക്ക് അതിനെന്ത് മറുപടിയാണ് സംസ്ഥാന സർക്കാരിന് പറയാനുള്ളത്? കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.